മാരാമൺ മണൽപ്പുറത്ത് വിവിധ തരം മെഡിക്കൽ ക്ലിനിക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ ഒരു ക്ലിനിക്കാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് ജനിക്കുന്ന തലമുറയിൽ ഒരുപാട് ഡിസബിലിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റീസ് പോലെ. ഇത് എന്താണ്? ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഇടം, അതെ, ആദ്യമായി ആയിരിക്കാം മാരാമൺ കൺവെൻഷനോട് ചേർന്ന് ഇപ്രകാരം ഒന്ന് ഒരുക്കുന്നത്. ഇതെന്ത് ക്ലിനിക്കാണെന്നും ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നും നമുക്ക് ഇപ്പോൾ അറിയാം. ഈ ക്ലിനിക്ക് നേതൃത്വം നൽകുന്നത് ജ്യോതിസാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അവിടുത്തെ ഡയറക്ടർ വിനോദ് അച്ഛനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. മാരാമൺ കൺവെൻഷൻ എല്ലാ നാളുകളിലും കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കുകയും കാലത്തിൻ്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കൂടിവരവ് കൂടിയാണ്. ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദമാണ്. കൂടാതെ ഓട്ടിസം, ലേണിംഗ് ഡിസബിലിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി, ADHD തുടങ്ങിയ വിവിധ തരത്തിലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം നന്നേ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് മാതാപിതാക്കൾ വല്ലാതെ സങ്കടങ്ങളിലായിരിക്കുന്നു. അവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയാതെ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്നവരുണ്ട്. കൃത്യസമയത്ത് വേണ്ട പരിചരണമോ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളോ ലഭിക്കാത്തതുകൊണ്ട് പല കുഞ്ഞുങ്ങളുടെ ഭാവി വളരെയധികം പ്രതിസന്ധിയിലാകുന്നതും ഈ നാളുകളിൽ കാണുന്നുണ്ട്. 100 കുഞ്ഞുങ്ങളോളം ജനിച്ചു കഴിഞ്ഞാൽ അതിൽ 18ഓളം കുഞ്ഞുങ്ങൾക്ക് മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്ന്, വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ തെളിവ് കൂടിയാണ്. ഇത്തരത്തിൽ ജ്യോതിസ് മാവേലിക്കര സ്പെഷ്യൽ സ്കൂൾ ആൻഡ് തെറാപ്പി സെൻറ്റർ മാരാമൺ കൺവെൻഷൻ്റെ 12-ന് അടുത്ത് നമ്മുടെ ആ റോഡ് സൈഡിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ക്ലിനിക്ക് ഇവിടെ ഉണ്ട്. മാതാപിതാക്കൾക്ക് വന്നാൽ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അവരുടെ സംഘർഷങ്ങളെ, സങ്കടങ്ങളെ പങ്കുവയ്ക്കുകയും അവർക്കതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ IQ അസസ്മെൻറ്റ്, അവരെ ഏത് സ്കൂളുകളിൽ അല്ലെങ്കിൽ എവിടെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡോക്ടർമാരെ കാണണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നമ്മൾ നൽകുന്നുണ്ട്. ഒരിക്കലും ജ്യോതിസ് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കുക എന്നതിനേക്കാൾ കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ പ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ സഭയുടെ ഏറ്റവും ഉന്നതമായ പ്രസ്ഥാനമായ MCRD പോലെയുള്ള സ്പെഷ്യൽ സ്കൂളുകളിലേക്കും, പത്തനാപുരം മേഖലകളിലാണെങ്കിൽ ആശാഭവൻ പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്കും, കൊട്ടാരക്കരയിലൊക്കെ ഉള്ള ആളുകളാണ് വരുന്നതെങ്കിൽ ശലഭങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കും, അങ്ങ് കാസർഗോഡ് മേഖലകളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ കാസർഗോഡ് ബദർവിദ്യാലയം പോലുള്ള ഉന്നതമായ പ്രസ്ഥാനങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുകയും സഭയുടെ ഈ ഭിന്നശേഷിക്കാരോടുള്ള അവരുടെ സ്നേഹത്തെ, അവരുടെ താല്പര്യങ്ങളെയൊക്കെ ഈ നാളുകളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത്. അവരുടെ വിവിധ സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇവിടെ സന്ദർശിക്കുകയും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിനെ സഹായിക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാൻ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ആൻഡ് തെറാപ്പി സെൻറ്ററിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. എൻ്റെ പേര് ടീന. മെയിനായിട്ട് ഇവിടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷനെ പറ്റിയിട്ടാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അക്യൂട്ട് കെയറിലും ലോങ് ടേം റീഹാബിലിറ്റേഷനുമായിട്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അക്യൂട്ട് കെയർ എന്ന് പറയുന്നത് ഏർലി ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ ഓഫ് എനി പേഷ്യൻ്റ് കണ്ടീഷൻസ്. ബൈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പീഡിയാട്രിക് കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടി ജനിക്കുന്ന സമയം തൊട്ടുള്ള മൈൽ സ്റ്റോൺസ്, കുട്ടി കമന്ന് വീഴുന്നത്, കഴുത്തുറപ്പിക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്, നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ടൊരു കുട്ടി അസസ് ചെയ്യും. ഈ ഏതെങ്കിലും മൈൽ സ്റ്റോൺസ് ഈ കുട്ടി അച്ചീവ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊരു അസസ്മെൻ്റ് എടുത്തിട്ട് അതിനുള്ള തെറപ്പി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അക്യൂട്ട് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്യൂട്ട് കെയറിൽ മെയിൻലി സ്പീച്ച് തെറപ്പിസ്റ്റ് പാർട്ടാണ്, ഫിസിയോതെറാപ്പിസ്റ്റ് പാർട്ടാണ്. ഈ ഫിസിയോതെറാപ്പിയിൽ മെയിനായിട്ടും എക്സസൈസ് ആയിരിക്കും ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ പേരൻസിനെയും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. ആഫ്റ്റർ ഒരു 7-8 മന്ത് ഒക്കെ ആയി കഴിയുമ്പോൾ ഈ കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്നില്ല, പ്രോപ്പറായിട്ട് സൗണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെയും കൂടി ഈ കുട്ടിയെ കാണിക്കും.